മനസ്സിലായിരം കസവ് നെയ്യുമീ നെയ്യാമ്പൽ പൂവിനോരത്ത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ്, വൺ ഡേ ട്രിപ്പ് പോവാണ്. എൻ്റെ കൂടെ എൻ്റെ പപ്പയും മമ്മിയുണ്ട്, പിന്നെ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട്സാണുള്ളത്. ഇപ്പോൾ ഏകദേശം സമയം 6:06 അപ്പോൾ ഇനി അവരെ ഫുൾ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇനി ബാക്കിയുള്ളത് അപ്പോൾ കാണിച്ചു തരാം. ബൈ ബൈ. ഇതാണ് കേട്ടോ എൻ്റെ പപ്പയും മമ്മിയും. ഇപ്പം തന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും വരും. മച്ചി ആൻറ്റി ആൻഡ് മച്ചി ആൻറ്റിൻ്റെ മോള്, പിന്നെ ഹസ്ബൻഡ് അരുൺ ചേട്ടനും. ഞങ്ങൾ 6 പേരായിട്ടാണ് ട്രിപ്പ് പോകുന്നത്. ഡെസ്റ്റിനേഷൻ ഇതുവരെ ഞാൻ പറഞ്ഞതല്ലേ, ഞങ്ങൾ പോകുന്നത് ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എൻ്റെ വണ്ടിയിലൊക്കെ അങ്ങ് കയറി ഒരു 6:40 ഒക്കെ ആയപ്പോഴത്തേക്കും വണ്ടി എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തൃപ്പൂണിത്തുറ റൂട്ട് വഴിയാണ് പോയിട്ട്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ശരവണ ഭവൻ എന്ന റെസ്റ്റോറൻറ്റ്, വെജിറ്റബിൾ റെസ്റ്റോറൻറ്റിൽ വണ്ടി നിർത്തി നമ്മളവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. സന്ധ്യ പോലെ നീ പകലിരവിൻ്റെ ഇടവഴിയിൽ ഓമൽ കുഞ്ഞിനായെന്നും ഒരു തണലിട്ട തായ്മരമാകാമോ? കഴുകന്റെ കണ്ണിൽ നിന്നും കാത്തിടാനായെന്നും അരുമക്കിടാങ്ങൾക്കൊപ്പം കൊഞ്ചുവാൻ കൂടേകാം മതിനൊമ്പരം വരില്ലയോ? കണ്ണിലേ കാണിലേ സ്വപ്നങ്ങൾ അനുനിമിഷമിന്നരികെയ്താ. സ്നേഹം മഞ്ഞു നീർത്തു വീരു മനസ്സിന്റെ മണിച്ചെപ്പിലാവോളം പറയാത്ത മൗനം ചുണ്ടിൽ തേനുപോൽ പെയ്തെങ്കിൽ മിഴിനാളമെന്നും നീട്ടി കാവലായി നിന്നേനെ മതിലേഖയിൽ നിലാവ് പോൽ ചില്ലുവാൽ കണ്ണിലേ നെഞ്ചിനുള്ളിൽ കാണിലേ മനസ്സിലായിരം കസവ് നെയ്യുമീ നെയ്യാമ്പൽ പൂവിനോരത്ത്. ചെറുകുറുമ്പുമായി ചിറകുരുമ്പിടും ചങ്ങാലിക്കൂട്ടം ചാരത്ത്. ഒരു നിഴല് പോൽ നിന്നിനവുകളിൽ ചിരി മധുരമായി നോവുകളിൽ ഒരു തെമ്മാടിക്കൂട്ടിനുണ്ടേ. ചില്ലുവാൽ കണ്ണിലേ നെഞ്ചിനുള്ളിൽ താളിലേ കാണാതെ വെക്കും മുത്താണോ?
നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. ഒരു 2-2.25 മണിക്കൂറിൻ്റെ ഒരു ലോങ് ഡ്രൈവിന് ശേഷമാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. ആ വരുന്ന വഴിതങ്ങളിൽ കുറേ തരത്തിലുള്ള വ്യൂസ് ഉണ്ടായിരുന്നു. ഓരോ വ്യൂസും ഒന്നിനൊന്ന് മെച്ചമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോ വ്യൂസും പലതരമാണല്ലോ. ഇവിടെ കണ്ടതല്ല നമ്മൾ അപ്പുറത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യൂസിനും അതിൻ്റേതായ യുണീക്നെസ് ഉണ്ടായിരുന്നു. നമ്മുടെ മനസ്സിൽ കുളിർമേകുന്ന തരത്തിലുള്ള വ്യൂസാണ് ഇവിടെ കാണുന്നത്. അതും പോകുന്ന വഴിയുള്ള വ്യൂസിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴുള്ള വ്യൂസ് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് കണ്ടിട്ട് ഞാൻ ത്രിൽഡായിപ്പോയി, ഷോക്ക്ഡായിപ്പോയി ആ ഒരു സ്പോട്ടിലെ വ്യൂസ് കണ്ടിട്ട്. ഞാനതിനെക്കുറിച്ച് അധികം പറയുന്നില്ല, കാരണം അത് കണ്ടറിയേണ്ടതാണ്. സോ വെയിറ്റ് ആൻഡ് സീ ഗൈസ്. ഞങ്ങൾ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. എനിക്കില്ലേ എന്താ പറയണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ അവിടെ ആ ഒരു വണ്ടി പാർക്ക് ചെയ്ത ആ ഒരു വ്യൂവിൽ തന്നെ, ആ ഒരു സ്പോട്ടിൽ തന്നെ ആ ഒരു ഏരിയ ഫുള്ള് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഈ ഒരു സ്ഥലം ഒരിക്കലും മറക്കില്ല എന്നുള്ളത്. ആ ഒരു ടോപ്പ് സ്റ്റേഷനിലോട്ട് എത്തിയപ്പോഴത്തേക്കും കാണേണ്ട കാഴ്ചകളില്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്. സ്ഥലങ്ങൾ നമ്മൾ മലയാളികൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. പക്ഷെ എല്ലാവരും ഒന്ന് എന്താ പറയുക, കാണുക. നമ്മുടെ ഈ ഇലവീഴപ്പൂഞ്ചിറക്ക് വേറെ ഒരു പേരുണ്ട്, സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിൽ പോയി കാണേണ്ട കാഴ്ചകളേക്കാൾ അപ്പുറം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു സ്ഥലത്ത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ.
കുറച്ചും കൂടി അതിൻ്റെ ഒരു മെയിൻ ഹിൽ സ്റ്റേഷനിലോട്ട് കുറച്ച് നേരം അധികം അങ്ങ് നടന്നു. അവിടെ എത്തിയപ്പോഴുള്ള വ്യൂസ് കണ്ടില്ല, നിങ്ങൾ എത്തി എന്താ പറയുന്നതറിയില്ല. ഒരു ഗൂഗിൾ മാപ്പ് അതിൻ്റെ ഒരു എന്താ പറയുക ഫുള്ളി വ്യൂ പോയിന്റ് ഇരുന്നാൽ അതെല്ലാം കാണാമായിരുന്നു. കണ്ടോ, ആ ഒരു വ്യൂസ് നേരിട്ട് കണ്ടനുഭവിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അത്രക്കും മനോഹരമായിരുന്നു ഗൈസ്. നിങ്ങൾ കണ്ട വിശ്വസിക്കുന്നത് you have to come here and see with your eyes. Should definitely come and visit here. If you're a nature lover, should definitely come. നമ്മൾ ആ ഒരു ഹിൽ സ്റ്റേഷൻ എത്തുന്ന വരെ ആ ഒരു വഴിയരികിലൊക്കെ ഇല്ലേ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ റിട്ടേൺ വരുന്ന ടൈമിൽ ഞാൻ അവിടെ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ അതിൽ നിന്ന് പ്ലക്ക് ചെയ്തെടുത്തു. ചിലതൊന്നും എൻ്റെ കയ്യെത്താ ദൂരത്തില്ലാത്തതുകൊണ്ട് അതൊക്കെ മിസ് ചെയ്തു. മാക്സിമം ഞാൻ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഈ ചെടികൾ. അങ്ങനെ ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയോട് ബായ് പറഞ്ഞ് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷൻ അൺഎക്സ്പെക്റ്റഡായിട്ട് കെയിം ചെയ്ത് വന്നതാണ്. നമ്മുടെ ആനടി കുത്തിലേക്കാണ് പോകുന്നത്.
സോ ആനടിക്കുത്തിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം നോക്കി വന്നപ്പോഴത്തേക്കും ആനടിക്കുത്തിലൊരു 1.5 കിലോമീറ്റർ മുമ്പായിട്ട് ഈ ഒരു സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഒരു അമ്പലത്തിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഒരു പുഴ പോലെ. അങ്ങനെ ഞങ്ങൾ ആനടിക്കുത്തിലെത്തി. നമ്മൾ ബാക്കിൽ കൂടിയാണ് കയറിയത്. സോ ആ ഒരു വരവാണ് ഈ കാണുന്നത്. ചിരിക്കാൻ എന്താ പറയുക, അവളെ കൊണ്ടാവട്ടെ. അപ്പോൾ ബൈ.